ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് വരും, എപ്പോഴാണ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രോമോ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നു. അപ്പം മുതൽ ബിഗ് ബോസ് 8-നായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതിന് മുമ്പായി തന്നെ ഒരു കടമയുണ്ടല്ലോ, ബിഗ് ബോസ് ടീം നമ്മളെ അറിയിച്ചു കഴിഞ്ഞു. സാധാരണക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരെ അഗ്നി പരീക്ഷണം തന്നെ അവർക്കായിട്ട് ബിഗ് ബോസ് ടീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു അഗ്നി പരീക്ഷ? അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് ബിഗ് ബോസ് തുടങ്ങും എന്നുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ ജൂലൈ അവസാനമല്ല, ജൂലൈ മിഡോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ 8 നമ്മുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 14-ാം തീയതിയോ 14-ാം തീയതി ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉണ്ടായിരുന്നത്. 7-നേക്കാളും മുൻപായി തന്നെ ഈ 8 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ജൂലൈ 17-ാം തീയതി കഴിഞ്ഞിട്ട് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രതീക്ഷിക്കാം. അതിന് മുമ്പായി തന്നെ ഒരു അഗ്നി പരീക്ഷയുണ്ട്. ഈ അഗ്നി പരീക്ഷ നടത്തുന്നത് സാധാരണ ജനങ്ങൾക്ക്, കോമണേഴ്സിന് വേണ്ടിയിട്ടാണ്. സാധാരണ ജനങ്ങൾ ഒരുപാട് പേര് കഴിവുള്ളവരുണ്ട്. അവർ ബിഗ് ബോസിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ നല്ല നല്ല കണ്ടസ്റ്റൻറ്റുകൾ സീസൺ 8 വരാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാം. എന്നാൽ ഇവരെയൊക്കെ, സാധാരണക്കാരെയൊക്കെ പൊതുവെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം ഒരുപാട് കഷ്ടപ്പെടണം. കാരണം അവർക്കൊരു പബ്ലിക് ഫെയിം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രേക്ഷകർക്കിടയിൽ മനസ്സിൽ ഇടം പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ കഴിവുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ് പെട്ടെന്ന് പുറത്തായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ചരിത്രം. എന്നാൽ ഈ ചരിത്രത്തിൽ നിന്ന് ചെറിയൊരു മാറ്റമാണ് മുൻ സീസണിൽ, അതായത് അന്യഭാഷയിലൊക്കെ മുൻ സീസണിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. മലയാളത്തിൽ ഇത് കൊണ്ടുവന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം വേറൊന്നുണ്ടല്ല, സാധാരണ ആൾക്കാർക്ക് ഒരുപാട് കഴിവുണ്ടാവും. പക്ഷേ അവർക്ക് ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പുറത്തായി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവരൊക്കെ നല്ല ഗെയിമേഴ്സ് ആണല്ലോ, പിന്നെ ഇവരെന്താ പെട്ടെന്ന് ഇങ്ങനെ പുറത്തായി പോകുന്നതെന്നൊക്കെ. ഓരോ കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ കഴിവ് എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കി വിലയിരുത്തി ഇവർ ഡയറക്റ്റ് ബിഗ് ബോസ് വീടിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് അവർക്ക് സപ്പോർട്ട് കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു കാര്യമല്ലേ. നമുക്കറിയാത്ത ഒരാൾക്ക് നമ്മൾ ആരും സപ്പോർട്ട് കൊടുക്കില്ല, അറിയുന്നവർക്കാണല്ലോ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. അത് മലയാളികൾ അങ്ങനെയാണ്, മലയാളികൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സെലിബ്രിറ്റീസുകളാണ് കൂടുതൽ വിന്നേഴ്സായിട്ട് വന്നിട്ടുള്ളത് ഇതുവരെ എടുത്ത് നോക്കുമ്പോൾ. കാരണം സാധാരണ ആൾക്കാരെ പഠിച്ചു വരുമ്പോഴേക്കും, മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ പുറത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇനി ഉണ്ടാകില്ല മലയാളത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് അഗ്നി പരീക്ഷ റെഡിയാക്കിയിരിക്കുന്നത്. അഗ്നി പരീക്ഷയ്ക്ക് പോകാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അഗ്നി പരീക്ഷയ്ക്ക് പോകാൻ കാത്തിരിക്കുന്ന നമ്മുടെ സാധാരണ ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ സീസൺ വരെയുള്ള ഓഡീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കുമോ അവർക്ക് സെലിബ്രിറ്റികളായതുകൊണ്ട് അവർക്ക് വലിയ പരീക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അവർ ഡയറക്റ്റ് അങ്ങോട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ടതാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ 10-22 പേരെ ആയിട്ടാണ് നമ്മൾ ഓരോ സീസണിൽ കാണുന്നത്, നമ്മുടെ ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഈ 22 പേര് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് അവർക്ക് മാത്രം അറിയാം. അമ്മാതിരി ടോർച്ചറിങ് ആണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. അതായത് ഇൻ്റർവ്യൂ ഘട്ടങ്ങളിൽ നടക്കുന്നത് 2-3 ഘട്ടമൊക്കെ ആയിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നോ, നാട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ പഠിച്ചേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അവരെ മാനസികമായിട്ടും എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെയാണ് അവർ അതിൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പറയാമോന്ന് അറിയില്ല, അവന് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി നമ്മളെ തകർത്ത് കളയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിൽ നിന്നൊക്കെ ആ കടമ്പകളൊക്കെ കടന്നിട്ടാണ് ബിഗ് ബോസ് മലയാളത്തിൽ ബിഗ് ബോസിലുള്ള ഓരോ കണ്ടസ്റ്റൻറ്റും വന്നിരിക്കുന്നത്, നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരാരും കഴിവില്ലാത്തവരല്ല. അല്ലാതെ ആരെയും ഇന്ന് നിങ്ങളൊന്ന് വരുമോ, ഞങ്ങളുടെ ഷോ ഒന്ന് വിജയിപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല. നല്ല കടുപ്പത്തിലുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും വീടിനകത്തേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവർക്ക് സെലിബ്രിറ്റീസിനെ ഇത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു എന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്തുമാത്രം കടമ്പകൾ കടക്കേണ്ടി വരും എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാം. അതായത് ബിഗ് ബോസ് 8 അഗ്നി പരീക്ഷയ്ക്ക് പോകാൻ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിൽ വെക്കുക,
നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഗെയിംസ് ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഇതുവരെയും ബിഗ് ബോസിൽ 7 വരെ നമ്മൾ കണ്ടു. ഈ 7 വരെ ഓരോ ഗെയിമും നമ്മൾ പഠിച്ചു, അങ്ങനെ ചെയ്യായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ, അവിടെ കൊടുക്കായിരുന്നില്ല, ഇങ്ങനെ കൊടുക്കായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ കയറി കളിക്കുമ്പോഴല്ലോ അത്രയ്ക്ക് സുഖമുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം അഗ്നി പരീക്ഷയ്ക്ക് പോകാൻ. അഗ്നി പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പരീക്ഷണം തന്നെയായിരിക്കും. നിങ്ങൾ എന്ന് ബിഗ് ബോസിലേക്ക് പോകാൻ തീരുമാനിച്ചോ അന്ന് മുതൽ നിങ്ങളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തോളണം. അല്ലാതെ ബിഗ് ബോസിൻ്റെ വീട്ടിൽ കയറി ആദ്യത്തെ നിമിഷം ചിലവരെന്താ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറുന്ന ആ നിമിഷം മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ല, അങ്ങനെയല്ല വേണ്ടത്. അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് ഇന്നൊരു ദിവസം പരിചയപ്പെട്ടു, നാളെ മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അല്ല, അങ്ങനെയല്ല വേണ്ടത്. ഒരാഴ്ച പോട്ടെ, ടാസ്കൊക്കെ വരുന്നല്ലോ. ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് പോയി എന്തെങ്കിലുമൊക്കെ ലാലേട്ടൻ പറയുന്ന പുറത്തെ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നത്തെ ആഴ്ച പോലെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അല്ല, അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ, ഇന്ന് മുതൽ നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തോളാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് അറ്റ്ലീസ്റ്റ് ആ പടിയെങ്കിലും ചവിട്ടാൻ പറ്റൂ. പടി ചവിട്ടിയാൽ മതിയോ? നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു 19 ദിവസമെങ്കിലും നിൽക്കട്ടെ, അല്ലെങ്കിൽ നാണക്കേടാണേ. അപ്പോൾ സാധാരണ ജനങ്ങൾ അഗ്നി പരീക്ഷയ്ക്ക് റെഡി ആയിക്കോ. ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ച ആ നിമിഷം മുതൽ തയ്യാറായിക്കോളൂ. നിസ്സാരമായിട്ടുള്ള ഗെയിംസ് ഒന്നും അല്ല. ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഗെയിമുകളും ആയിരിക്കില്ല. ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗെയിംസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അഗ്നി പരീക്ഷയിലൂടെ വരാൻ പോകുന്നത്. ഇത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇത്തവണത്തെ ലോഗോയാണ്. എന്ത് ലോഗോയാ അല്ലേ, കിടില ലോഗോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലോഗോയുടെ ഉള്ളിൽ നിങ്ങളൊരു ഫയർ കാണുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഒരു ഫയർ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, ഒരു ഫയർ ഉണ്ട് ആ ഒരു ലോഗോയ്ക്ക്. അതേപോലെ തന്നെ അതിലൊരു ജനാധിപത്യം കാണുന്നില്ലേ, ഡെമോക്രസി. തീർച്ചയായിട്ടും ഡെമോക്രസി സൂചിപ്പിക്കുന്ന പലതും അതിൽ ആ ഒരു ലോഗോയിൽ നമുക്ക് കാണാം. നിരീക്ഷണത്തെ സൂചിപ്പിക്കുന്ന ലെൻസുകൾ, ഐക്യവും പങ്കാളിത്തവും സൂചിപ്പിക്കുന്ന കൈകൾ, ഇതെല്ലാം ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഗോയിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സൂചനകൾ. അതായത് സീസൺ 7 വരെ കണ്ട ബിഗ് ബോസ് അല്ല സീസൺ 8. ഭയങ്കര കടുപ്പം കൂടിയ സാധാരണ ജനങ്ങൾക്ക് ഇത്രമാത്രം ഒരുപാട് സാധാരണ ജനങ്ങൾ ഉണ്ടാകും. ഇതിവിടെ സാധാരണ ജനങ്ങൾ മാത്രമായിരിക്കില്ല, സെലിബ്രിറ്റീസും ഉണ്ടാകും. എന്നാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നല്ല ഉദ്ദേശിച്ചത്, കൂടുതൽ ആൾക്കാർ വരുന്നത്, കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ആൾക്കാർ കൂടുതൽ സാധാരണ ജനങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന പോലെ അഗ്നി പരീക്ഷയിലൂടെയാണ്. അതിനെന്നാണ് ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 14-ാം തീയതി ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഓഗസ്റ്റിലല്ല, ജൂലൈ 17-ാം തീയതി അല്ലെങ്കിൽ ജൂലൈ 17-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുടങ്ങാം. 2 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പ്രോമോ വരും. അതിൽ അഗ്നി പരീക്ഷ എങ്ങനെയാണ്, എന്താണ്, അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ആയിരിക്കും വരുന്നത്. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഇട്ട പ്രോമോയിൽ അഗ്നി പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണല്ലോ. ഇനി അതിൽ കൂടുതൽ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പ്രോമോ വരും കേട്ടോ. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത്തവണ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാനായിട്ട് ഒരു സെലക്ഷൻ പ്രോസസ്സ് വെച്ചിട്ടുണ്ട് അഗ്നി പരീക്ഷ. അതൊരു സെലക്ഷൻ പ്രോസസ്സായിട്ട് മാത്രം കണ്ടാൽ മതി. മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ ഈ നിമിഷം മുതൽ തയ്യാറായിക്കോളൂ. അഗ്നി പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുന്നവർ ആരൊക്കെയാണ് വെച്ചാൽ എല്ലാവരും കോമണേഴ്സ് ആയിരിക്കുമോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അല്ല, എല്ലാവരും സാധാരണ ജനങ്ങളല്ല, സെലിബ്രിറ്റീസും ഉണ്ടാകും. ഈ അഗ്നി പരീക്ഷയിൽ സെലക്ട് ചെയ്യപ്പെടുന്നവരുണ്ടല്ലോ, ഡയറക്റ്റ് അങ്ങോട്ട് ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ കയറ്റി വിടുകയാണ്. ആദ്യം തന്നെ അവരെ കയറ്റി വിടും. ഇവരെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ഇവരെ സെലക്ട് ചെയ്യാനുള്ള അർഹതയുള്ളത് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും മുൻ ബിഗ് ബോസ് വിന്നേഴ്സിനാണ്. അവരല്ലേ ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയിട്ട് കപ്പ് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവർക്കല്ലേ അർഹതയുള്ളത്. ആരായിരിക്കണം കോമണേഴ്സിൽ, സാധാരണ ജനങ്ങളിൽ ആരൊക്കെ കയറണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും അതുപോലെ എനിക്ക് തോന്നുന്നു അനീഷിനും അതിനുള്ള അർഹത വളരെ കൂടുതലുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അനീഷ് കോമണേഴ്സിൽ ടോപ്പ് 5 അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ളത് അനീഷ് മാത്രമാണ് കോമണേഴ്സിൽ വന്നതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിന് അതിനുള്ള അർഹതയുണ്ട്. അപ്പോൾ വിന്നേഴ്സ് ഇവർക്കാണല്ലോ അറിയുന്നത് ആരൊക്കെ വിൻ ചെയ്യണം, ആരൊക്കെ ബിഗ് ബോസ് വീടിനകത്തേക്ക് പോയാൽ നല്ല നല്ല ഗെയിം പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിൽ അവർ സെലക്ട് ചെയ്യുന്നവരാണ് ഡയറക്റ്റ് ഇതിലൊക്കെ കയറി പോകുന്നത് കേട്ടോ. അഗ്നിപരീക്ഷയിലൂടെ കടമ്പകൾ കടന്നു വന്നവർ മാത്രമേ ബിഗ് ബോസ് 8ലേക്ക് ഉണ്ടാകൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സെലിബ്രിറ്റികൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. അതിൽ പ്രമുഖ സിനിമാ താരങ്ങളുണ്ടാകാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവാം, യൂട്യൂബേഴ്സ് ഉണ്ടാകാം, കൊമേഡിയൻസ് ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ സാധാരണ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള
മത്സരാർത്ഥികളും ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാകും. മുൻ സീസണിലൊക്കെ വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും സീസണിൽ കോമണേഴ്സ് ഉണ്ടാവുന്നത്. എന്നാൽ ഇത്തവണ കുറച്ചുകൂടി കൂടുതൽ കോമണേഴ്സ് ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ പലരുടെയും പേരുകൾ പറഞ്ഞു വരുന്നുണ്ട്. ഷൈൻ ടോമിൻ്റെ ആണെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ ആണെങ്കിലും പലരുടെയും പേര് പറഞ്ഞു വരുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉണ്ടാകുക എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേരുടെ പേരുകൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ പറയാം. നിഹാദ് ഉണ്ടാകും. നിഹാദ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആരാണ് ഈ നിഹാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് തൊപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? നമ്മുടെ എന്താ പറയുക, ലൈവ് സ്ട്രീം കോണ്ടൻറ്റ് ക്രിയേറ്ററായ തൊപ്പി ഉണ്ടാകും എന്ന് പറയുന്നു. അനീഷ് രവി അറിയാലോ നിങ്ങൾക്ക്, ഇന്ത്യൻ ആക്ടറാണ്, ടെലിവിഷൻ ഹോസ്റ്റാണ്. പല കോമഡി പരിപാടിയിലും മറ്റുള്ള ടെലിവിഷൻ പരിപാടിയിലൊക്കെ നമുക്ക് ഈ പുള്ളിക്കാരനെ കണ്ടിട്ട് പരിചയം ഉണ്ടാവും. അനീഷ് രവി എനിക്ക് തോന്നുന്നു 2-3 സീസൺ മുമ്പ് ഈ പുള്ളിയുടെ പേര് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു, വന്നിട്ടില്ല. പക്ഷേ ഈ സീസണിൽ ഉണ്ടാകും. രാഹുൽ ഈശ്വറിൻ്റെ പേര് പറയുന്നു. രാഹുൽ ഈശ്വർ ആക്ടിവിസ്റ്റാണ്, അറിയാലോ. ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. രാഹുൽ ഈശ്വറിൻ്റെ പേര് പറയുന്നു. അടുത്തത് റോഹനാണ്. റോഹന് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ റോഹൻ വന്നിട്ടില്ല. ഇന്ത്യൻ ഇൻ്റർവ്യൂവറാണ്, ഡിജിറ്റൽ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. അപ്പോൾ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവർ ആയിട്ടുള്ള റോഹനെയൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. ചെകുത്താൻ ഉണ്ടാവും, നല്ലതാണ്. ചെകുത്താൻ്റെയൊക്കെ ആവശ്യം അവിടെയുണ്ട്. മൂവി റിവ്യൂവറാണ്. ചെകുത്താൻ ഉണ്ടാകും എന്ന് പറയുന്നു. ഗായത്രി സുരേഷ്. ഈ ഗായത്രിയുടെ സുരേഷ് ഫസ്റ്റ് മുതൽ പറയുന്നുണ്ട്. ഗായത്രി സുരേഷൊക്കെ ഉണ്ടാവുമോ? നമുക്ക് നോക്കാം ഉണ്ടാകുമെന്ന്. സഞ്ജു ടെക്കി വരാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. സഞ്ജു ടെക്കിനെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കാറിൽ സ്വിമ്മിംഗ് പൂളാക്കിയത്, എന്നിട്ട് പോയി ലൈസൻസൊക്കെ അജീവനാന്തം കട്ടാക്കി. അതിൻ്റെ ദേഷ്യത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. നമ്മുടെ ഗണേഷ് കുമാറിനെതിരെ നല്ലൊരു വീഡിയോ ഒട്ടിയതിൻ്റെ പേരിൽ ഇൻസ്റ്റഗ്രാം പോലും അടിച്ചുപോയി. അപ്പോൾ സഞ്ജു ടെക്കി ആകെ അവതാളത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴക്കാരനായ ടെക് വ്ളോഗർ സഞ്ജു ടെക്കിയെ വെയിറ്റ് ചെയ്യാണ്. കുറേ മണ്ടതരങ്ങൾ കേൾക്കാം. അടുത്തത് ശ്രുതി സിത്താര, കോട്ടയംകാരിയാണ്. മിസ് ഫാൻസ് ഗ്ലോബൽ 2021 അപ്പോൾ ആൾ വരുന്നു പറയുന്നു. അത് ഹെൽനോസ് പാത്ത ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ നല്ലതാണ്. നല്ല വാക്ക് സാമർത്ഥ്യമൊക്കെ ഉള്ള ആളാണ്. റോസ്റ്റിംഗ് വീഡിയോ ആണ് ആളുടെ മെയിൻ. അടിപൊളിയാണ്. നല്ല കുട്ടി. കുറച്ച് പലതും നമ്മൾ മ്യൂട്ടാക്കേണ്ടി വരും. ബിഗ് ബോസിന് കീ 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 സൗണ്ട് ഇടാനേ സമയം ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും എനിക്ക് ആ പെൺകുട്ടിനെ ഇഷ്ടമാട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഉണ്ടാകുമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഇവരൊക്കെ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇനിയും കുറച്ച് പേരുടെ പേരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്നുള്ളത്. എല്ലാവരും വരട്ടെ. അപ്പോൾ ഇവരോടൊക്കെ ആണ് നിങ്ങൾ ഇവരൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. അപ്പോൾ ഇവരോടൊക്കെയാണ് നിങ്ങൾ കോമണേഴ്സ് ആയിട്ട് വരുന്നവർ പിടിച്ച് നിൽക്കേണ്ടത്. ഇവരൊക്കെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്, ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവരോടൊക്കെ എങ്ങനെ കളിക്കണം എന്നുള്ളത് ചിന്തിച്ചിട്ട് പോവുക. ഇപ്പോൾ തന്നെ തയ്യാറായിക്കോളൂ. അഗ്നി പരീക്ഷ റെഡി ആവുകയാണ്. മുൻ മത്സരാർത്ഥികളാണ്. അഗ്നി പരീക്ഷയിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് കട്ടിയായിട്ടുള്ള ടാസ്കുകളൊക്കെ ആയിരിക്കും. നിങ്ങൾ ഇതുവരെ സീസൺ 7 വരെ നമ്മൾ കണ്ടിട്ടുള്ള വെള്ളം കോര, മണ്ണ് തിന്ന, അങ്ങനത്തെ ഗെയിമൊന്നും ആയിരിക്കില്ല സെലക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ സീസൺ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് ഭയങ്കര ടഫായിരുന്നു. നമ്മൾ ആദ്യത്തെ ആഴ്ച ഔട്ടായവരെയൊക്കെ തന്നെ നമ്മൾ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അവർ ഈ പറയുന്ന 22 പേരിൽ ഒരാളായിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കഴിവല്ല. അവർ അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്തത് കൊണ്ടാണ് അവരെ 22-ൽ ഒന്നാക്കി സെലക്ട് ചെയ്തത്. അവർ ഒരു ദിവസം പോലും ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് വിജയം തന്നെയാണ്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ സാധാരണ ജനങ്ങൾ അവരെക്കാൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. കാരണം നമുക്ക് ഫേസ് ഫെമിലിയർ അല്ല നമ്മുടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അതിന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് ആണ് ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മലയാളത്തിൽ വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം കഴിവുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിൽ കയറി അവരുടെ നല്ല മെസ്സേജുകൾ കൊടുക്കുക, അത്ര നന്നായിട്ട് ഗെയിം കളിച്ചൊന്ന് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് ബിഗ് ബോസ് കളിക്കേണ്ടതെന്ന്. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ കപ്പും കൊണ്ട് വാ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങളൊന്നും നോക്കണ്ട. അപ്പോൾ അഗ്നി പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. മുൻ മത്സരാർത്ഥികളൊക്കെ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ സെലിബ്രിറ്റീസ് വേറെ ഉണ്ടാകും. ഇവരൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുക. കടുകട്ടി ഗെയിമുകളൊക്കെ ആയിരിക്കും. നന്നായിട്ട് കളിച്ച് വിജയിച്ചു പോകുക. അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്തൊരു പ്രോമോ വരും. ആ പ്രോമോയിൽ അഗ്നി പരീക്ഷയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്താണെന്നുള്ളതിൻ്റെ വിവരം കിട്ടും. നമ്മൾക്കത് പ്രേക്ഷകർക്ക് OTT-യിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ നമുക്കത് ടെലികാസ്റ്റിൽ കാണാം. മിക്കവാറും OTT-യിലായിരിക്കാം. അതിന് എന്താണെങ്കിലും നമ്മളത് കണ്ടിട്ട് വാല്യൂ ചെയ്ത് അവരായിരിക്കും നേരെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത്. പിന്നീട് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് അവിടെയാണ്.
അടിപൊളിയായിട്ട് കളിക്കുക. ഞാൻ സീസൺ 8 വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ പറയുന്ന പോലെ ജൂലൈ വരെ ഒരു മാസം കൂടി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കാം. പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ വരാം. ഇനി അടുത്ത പ്രൊമോസൊക്കെ ഇനി ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചിലത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും